Hello, in this section we are discussing about Tundra region. Tundra region. It is the coldest of all the biomes and it comes from the Finnish word Tunduri meaning treeless plain. എല്ലാ ബയോംസിലും വെച്ചിട്ട് ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് തുണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്. തുണ്ട്ര എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫിനിഷ് വേർഡായ ടുണ്ടൂറിയിൽ നിന്നാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് ട്രീലെസ് പ്ലെയിൻ എന്നാണ്. ട്രീസ് ഒന്നും ഇല്ലാത്തൊരു പ്ലെയിൻ. It is noted for its frost-smothered landscapes, extremely low temperature, little precipitation, poor nutrients, and short growing season. തുണ്ട്ര റീജിയന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം പറയുന്നെങ്കിൽ ഫ്രോസ്റ്റ് മോൾഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോസ്റ്റ് കവർ ആയിട്ടുള്ള പെർമാ ഫ്രോസ്റ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ആണ് അവിടെ കണ്ടുവരുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വളരെ പുവറാണ്. പ്രസിപ്പിറ്റേഷൻ വളരെ കുറവാണ്. ഗ്രോയിങ് സീസൺ എന്ന് പറയുന്നത് സൺലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഷോർട്ടാണ്. The sun remains continuously above the horizon for 6 months while the other half remains dark. ഇവിടുത്തെ പ്രത്യേകത 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സൺലൈറ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത 6 മാസം എന്ന് പറയുന്നത് അവിടെ സണ്ണേ ഇല്ല. അവിടെ ഫുള്ള് ഡാർക്കായിട്ട് ആയിരിക്കും കാണപ്പെടുന്നത്. ഈ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് സൺലൈറ്റ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ 6 മാസവും നൈറ്റ് ഇല്ല എന്നല്ല, നൈറ്റും ഉണ്ട്. പക്ഷെ അടുത്ത 6 മാസം എന്ന് പറയുന്നത് ഡാർക്കായിട്ടായിരിക്കും കാണപ്പെടുന്നത്. സൺ ഇല്ലാത്ത അവസ്ഥയായിരിക്കും കാണപ്പെടുന്നത്. Location. Tundra regions are found in the northern and southern hemisphere between the ice-covered poles and the taiga or coniferous forest. തുണ്ട്ര റീജിയൻ എന്ന് പറയുന്നത് നോർത്തേൺ സദേൺ ഹെമിസ്ഫിയറിലും കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഐസ് കവേർഡ് പോൾസിനും ടൈഗ അല്ലെങ്കിൽ കോണിഫറസ് ഫോറസ്റ്റിനും ഇടയിലാണ്. ടൈഗ എന്ന് പറയുന്നതും ഒരു കോൾഡ് ആയിട്ടുള്ള റീജിയൻ ആണ്. പക്ഷെ ടൈഗ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതേസമയം തുണ്ട്ര എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും കാണപ്പെടുന്നു. In the north, this biome stretches across northern Canada, Alaska, Siberia, and northern Scandinavia, on or close to the Arctic Circle. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു ബയം സ്ട്രെച്ച് ചെയ്യുന്നത് നോർത്തേൺ കാനഡ, അലാസ്ക, സൈബീരിയ, സ്കാൻഡിനേവിയ തുടങ്ങിയ പ്രദേശങ്ങളാണ്. അതായത് ആർട്ടിക് സർക്കിളിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ് തുണ്ട്ര റീജിയൻ കാണപ്പെടുന്നത്. There are also areas of tundra in coastal Antarctica. In southern hemisphere വരെയാണെങ്കിൽ അന്റാർട്ടിക്ക, അതായത് കോസ്റ്റൽ അന്റാർട്ടിക്കയ്ക്ക് അടുത്തുള്ള റീജിയൻസിലാണ് തുണ്ട്ര റീജിയൻ കണ്ടുവരുന്നത്. Arctic tundra is found on high latitude landmasses above the Arctic Circle in Alaska, Canada, Russia, Greenland, Iceland and Scandinavia. ഇതിൽ തന്നെ തുണ്ട്രയിൽ തന്നെയുള്ള ആർട്ടിക് തുണ്ട്ര കണ്ടുവരുന്നത് കാനഡ, റഷ്യ, അലാസ്ക, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. The tundra climate region geographically located between 60 to 75 degree of the latitude. ലാറ്റിറ്റ്യൂഡ് വൈസ് പറയുകയാണെങ്കിൽ തുണ്ട്ര റീജിയന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 60 മുതൽ 75 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലാണ്. This is a world map showing the distribution of tundra biome around the world. നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ 60 to 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൽ, അതായത് ആർട്ടിക് സർക്കിളുമായിട്ട് വളരെ അടുത്ത് കാണപ്പെടുന്ന ലാറ്റിറ്റ്യൂഡ്സിൽ തുണ്ട്ര ബയോം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ അന്റാർട്ടിക് പാർട്ടിലും തുണ്ട്ര ബയോം ഉണ്ട്. Coming to the climate, in a tundra region, most of the year, the tundra region remains cold, frozen landscape. The average temperature rises above 0 degrees Celsius for at least 1 month in the year, but none experience averages higher than 10 degrees Celsius. തുണ്ട്ര ബയോമിന്റെ കാര്യം പറയുന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൾഡ് ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. ഇവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കാണപ്പെടുന്നത് മാക്സിമം 1 മാസം വരെയായിരിക്കും. വളരെ റെയർ ആയിട്ട് മാത്രമാണ് 10 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ പോകുന്നത്. The polar climate is characterized by very low mean annual temperature. Coastal areas are warmer than the interiors. Much of the insolation received is reflected by the ice and snow surfaces. ഇനി ഇവിടുത്തെ മറ്റു പ്രത്യേകതകൾ പറയുന്നെങ്കിൽ മീൻ ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒപ്പം തന്നെ കോസ്റ്റൽ ഏരിയാസിന് ഇന്ത്യനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വാം ടെമ്പറേച്ചർ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടുത്തെ ഇൻസുലേഷൻ, ഇവിടെ വരുന്ന ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഐസിലും സ്നോ സർഫസിലും തട്ടി റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ഉള്ളത്. ഇവിടുത്തെ മറ്റ് കാലാവസ്ഥാ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിന്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ലോങ്ങും സിവിയർ ആണ്. അതേസമയം സമ്മർ എന്ന് പറയുന്നത് കൂളും ബ്രീഫുമാണ്. ഫ്രോസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ ആൾമോസ്റ്റ് എല്ലാ ടൈമിലും ഉള്ള ഒരു കണ്ടീഷനാണ്. ഒപ്പം തന്നെ ബ്ലിസാർഡ്സ്, ഐസ് ക്യാരി ചെയ്ത് വരുന്ന
വിൻഡ് ബ്ലിസാർഡ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. അതിന്റെ വെലോസിറ്റി 130 മൈൽസ് പെർ അവർ വരെ റേഞ്ച് ചെയ്യാറുണ്ട്. ഈ വിന്റർ സീസണിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -40 to -50 ഡിഗ്രി സെൽഷ്യസ് വരെ ഫ്രീസിംഗ് പോയിന്റിന് താഴെ പോകാറുണ്ട്. സമ്മേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി വാമർ ആണ്. ഇനി മാക്സിമം ഒരു 4 മാസം വരെ ആയിരിക്കും ഒരു സ്ഥലത്ത് ഒരു ഫ്രീസിംഗ് പോയിന്റിന് മുകളിലുള്ള ടെമ്പറേച്ചർ ലഭിക്കുന്നത്. എല്ലാ പ്രദേശത്തും അങ്ങനെ ലഭിക്കണമെന്നില്ല. ജനറൽ ആയിട്ട് പറയുന്നെങ്കിൽ ആവറേജ് 1 മാസമൊക്കെയാണ് ലഭിക്കുന്നത്. എങ്കിൽ ചില പ്രദേശങ്ങളിൽ 4 മാസം വരെ ഫ്രീസിംഗ് പോയിന്റിന് എബോ ആയിട്ടുള്ള ടെമ്പറേച്ചർ ലഭിക്കാറുണ്ട്. ഇനി ആർട്ടിക് സർക്കിളിലും അന്റാർട്ടിക് സർക്കിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്ക്നെസ് 6 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്ക്നെസ് അവിടെ എർത്തിന്റെ റൊട്ടേഷൻ റെവല്യൂഷൻ കാരണം എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് പെർമനന്റ്ലി ഫ്രോസൺ ആയതുകൊണ്ട് പെർമാ ഫ്രോസ്റ്റ് കണ്ടീഷനിലായതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റ് അവിടെ ഇൻഅസസിബിൾ ആണ്. പ്രസിപ്പിറ്റേഷനിലോട്ട് വരാം. പ്രസിപ്പിറ്റേഷൻ പ്രധാനമായിട്ടും സ്നോയുടെ രൂപത്തിലായിരിക്കും. പ്രധാനമായും വിന്റർ സീസണിലാണ് സ്നോയുടെ രൂപത്തിലുള്ള പ്രസിപ്പിറ്റേഷൻ ലഭിക്കുന്നത്. ഇനി ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ഈ ഒരു പ്രസിപ്പിറ്റേഷന്റെ രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. സ്നോഫോളിന്റെ രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. ചില പ്രദേശങ്ങൾ അതിൽ ഐസ് ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്നത്. ചിലർക്ക് അത് സ്നോ ഫ്ലാക്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ കൺവെക്ഷണൽ റെയിൻഫോൾ ഉണ്ടാവാറേ ഇല്ല. കാരണം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വളരെ കുറവാണ്, ഇവോപ്പറേഷൻ റേറ്റും വളരെ കുറവാണ്. അതുകൊണ്ട് കൺവെക്ഷണൽ റെയിൻഫോൾ ഇവിടെ ആബ്സെന്റ് ആണ്. അതേസമയം ലാർജ് ആന്റി സൈക്ലോൺസ് ഐസ് ക്യാപ്സിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇനി കോസ്റ്റൽ ഏരിയാസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ വാം വാട്ടർ കോൾഡ് ലാൻഡുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കോൾഡ് ലാൻഡും വാം വാട്ടറും മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ തിക്കായിട്ടുള്ള ഫോക്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇനി ആനുവൽ റെയിൻഫോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ 35 സെന്റിമീറ്ററിന് താഴെയായിരിക്കും ഒരു ആവറേജ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ 25 മുതൽ 100 സെന്റിമീറ്റർ വരെയുള്ള മഴയാണ് ആ ഒരു പ്രദേശത്ത് ടോട്ടലായിട്ട് ലഭിക്കുന്നത്. സമ്മേഴ്സ് എന്ന് പറയുന്നത് വളരെ മൈൽഡും ഷോർട്ടും ആണെന്ന് പറഞ്ഞു. ഒരു ഡെയിലി ടെമ്പറേച്ചർ മാക്സിമം ഒരു 15 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെ വരാം. പക്ഷേ യൂഷ്വലി 10 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും. ചില സമയങ്ങളിൽ ഒരു 15 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെ വരാം. ഡേയ്സ് എന്ന് പറയുന്നത് സമ്മർ സീസണിൽ ലോങ് ആയിരിക്കും, പക്ഷേ ക്ലൗഡി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ. നാച്ചുറൽ വെജിറ്റേഷന്റെ കാര്യം പറയുന്നെങ്കിൽ പൊതുവെ ടെമ്പറേച്ചർ വളരെ കുറവായതുകൊണ്ട് തന്നെ ട്രീലെസ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു റീജിയൻ ആണ് ടുണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്. The tundra has patchy low to ground vegetation consisting of small shrubs, grasses, mosses, sedges, lichens, all of which are better adapted to withstand tundra conditions. ഇവിടെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ചെറിയ ചെറിയ ചെടികളാണ്. ചെറിയ സ്ട്രബ്സും ഗ്രാസും മോസസും സഡ്ജസും ലിച്ചൻസും ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടുണ്ട്ര കണ്ടീഷന്റെ ആ ഒരു ക്ലൈമറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും ആ ഒരു കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ചെടികളാണ് അവിടെ വളരുന്നത്. These grow in group and stay low to the ground for protection from icy wind. Also, these tend to have shallow roots and flower quickly during the short summer. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഐസി വിൻഡ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇതിന്റെ റൂട്ട് വളരെ ചെറുതും, അപ്പോൾ ഫ്ലവേഴ്സ് പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് അവിടെ കാണുന്നത്. ഷോർട്ട് സമ്മേഴ്സ് ആയതുകൊണ്ട് ആ സമ്മർ സീസണിനകത്ത് പെട്ടെന്ന് വളർന്നു വരുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് ആണ് അവിടെ കാണപ്പെടുന്നത്. They tend to have hairy stems and dark leaves to absorb energy from the sun. ഇനി മറ്റു പ്രത്യേകത, ലീവ്സ് വളരെയധികം ഡാർക്ക് കളർ ആയിരിക്കും. സ്റ്റെം എന്ന് പറയുന്നത് ഹെയറി ആയിരിക്കും. അതായത് ഇവോപ്പോ ട്രാൻസ്പിറേഷൻ വഴി അതിനുള്ള ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും കൂടുതലായിട്ടുള്ള സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള അതിന്റെ അറേഞ്ച്മെന്റ് ഉള്ളത്. For as many as 2 or 3 months of the year, the ground snow covering disappears, enabling plants seed to germinate, grow, flower, and complete their whole life cycle as little as 50 days. But this high-speed lifestyle in such a short place limits plant size. Flowers like poppies are tiny versions of the temperate cousins, about 10 centimeter tall here. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സമ്മർ സീസൺ വളരെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മാസത്തിനകത്ത് ജെർമിനേറ്റ് ചെയ്യുന്ന ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. പൊതുവെ 50 ദിവസത്തിനകത്ത്
ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. മാക്സിമം ഒരു ഹൈറ്റ് 10 സെന്റിമീറ്റർ വരെ കാണാറുള്ളൂ. ഇനി തുണ്ട്ര റീജിയനിൽ ട്രീസ് വളരെ കുറവാണ്. ലിമിറ്റഡ് ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കുറച്ച് പ്രദേശങ്ങളിൽ മാത്രം സ്കാറ്റേർഡ് ട്രീസ് കാണപ്പെടാം. The ecotown or the ecological boundary region between the tundra and the forest is known as tree line or timberline. Tundra region le പൊതുവെ കണ്ടുവരുന്ന plant types ആണ് miniature tundra flower, sedges, lichens. Then moving on to animal life. Animals that live in tundra have special adaptations that allow them to survive in extreme temperature and weather condition. പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്ലൈമറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും സർവേ ചെയ്യാനും ഒക്കെയുള്ള അഡാപ്റ്റേഷൻസ് ഉള്ള ആനിമൽസ് ആണ് തുണ്ട്ര റീജിയനിൽ ജീവിക്കുന്നത്. ഇനി നേറ്റീവ് ആയിട്ട് തുണ്ട്ര റീജിയനിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആനിമൽസ് എന്ന് പറയുന്നത് മസ്ക് ഓക്സ്, റെയിൻഡിയർ, വൂൾഫ്, Arctic frogs, grizzly bears and hare തുടങ്ങിയവയാണ്. Thick layers of feathers and fat protect them from intense cold. ഇവിടെ കണ്ടുവരുന്ന ബേർഡ്സിനും ആനിമൽസിനും ആണെങ്കിൽ വളരെ തിക്കായിട്ടുള്ള ഫറും അതുപോലെ ഫെദേഴ്സുമാണ് കാണപ്പെടുന്നത്. ഒപ്പം തന്നെ വളരെ കൂടുതലായിട്ടുള്ള ഫാക്റ്റി ബോഡിയാണ് അവർക്ക് കാണപ്പെടുന്നത്. ഇന്റൻസ് കോൾഡിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡിയാണ് അവർക്ക് കാണപ്പെടുന്നത്. Reindeer or caribou, elk and musk ox migrate to graze elsewhere in winter when a whiteshot conceals vegetation but return in summer bringing them with predators like wolves, wolverine and bears. Reindeer, elk, musk ox തുടങ്ങിയ ആനിമൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിന്റർ സീസൺ തുടങ്ങുന്ന സമയത്ത്, അതായത് വെജിറ്റേഷൻ ഈ ഒരു സ്നോ വന്ന് മൂടുന്ന സമയത്ത്, വിന്റർ സീസൺ തുടങ്ങുന്ന സമയത്ത് അത് മൈഗ്രേറ്റ് ചെയ്ത് മറ്റു റീജിയനിലോട്ട് പോകും. അവരുടെ ഗ്രാസ് തേടി അല്ലെ അവരുടെ ഫുഡ് തേടിയിട്ട് അവർ മറ്റു റീജിയൻസിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകും. പക്ഷെ സമ്മർ സീസൺ തുടങ്ങുന്ന സമയത്ത് ഈ റെയിൻഡിയർ ആയാലും എൽക്കായാലും മസ്കോസ് ആയാലും തിരിച്ച് ഈ ഒരു റീജിയനിൽ എത്തിച്ചേരും. ഈ ജീവികൾ എത്തിച്ചേരുന്ന സമയത്ത് തന്നെ കാർണിവോറസ് ആനിമൽസ് ആയിട്ടുള്ള വൂൾസും ഓൾവറൈനും ബെയർസും ഒക്കെ ഇവയെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടും അവിടെ എത്തിച്ചേരാറുണ്ട്. Sea life is abundant along the shores. ഷോറിൽ ഒത്തിരി ഫിഷസ് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ അന്റാർട്ടിക് റീജിയനിൽ മാത്രമാണ് പെൻഗ്വിൻസ് കാണപ്പെടുന്നത്. മസ്കോക്സ്, റെയിൻഡിയർ, വൂൾഫ്, ആർട്ടിക് ഫോക്സ്, grizzly bears, hare, elk, wolverine. Small mammals such as marmots, Arctic ground squirrels, ermine and lemmings also thrive. Small mammals ആയിട്ടുള്ള മാർമോട്ട്സും ആർട്ടിക് ഗ്രൗണ്ട് സ്ക്വിറൽസും എർമൈനും ലെമിങ്സും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ ബേർഡ് സ്പീഷീസും കാണപ്പെടുന്നുണ്ട്. ബേർഡ് സ്പീഷീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. വിന്റർ സീസൺ തുടങ്ങുന്ന സമയത്ത് അത് മൈഗ്രേറ്റ് ചെയ്ത് മറ്റു പ്രദേശങ്ങളിൽ പോവുകയും സമ്മർ സീസൺ ആകുമ്പോൾ ഈ ഒരു പ്രദേശത്ത് അത് മടങ്ങിയെത്തുകയും ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടുണ്ട്ര ബേർഡ്സ് എന്ന് പറയുന്നത് സ്നോ ഗീസ്, snowy owls, ptarmigan, Arctic tern, golden plover, loons, duck. ഒപ്പം തന്നെ വെറൈറ്റി ഓഫ് സോങ് ബേർഡ്സും ഷോർ ബേർഡ്സും ഇവിടെ കാണപ്പെടുന്നുണ്ട്. The tundra has many more animal activity during the summer than the winter. This is due to the fact that most birds migrate south for the summer. Also, insects lay eggs and wait for the summer to hatch, and some mammals hibernate for the winter. തുണ്ട്ര റീജിയനിൽ ഏറ്റവും കൂടുതൽ ആനിമൽ ആക്ടിവിറ്റി നടക്കുന്നത് സമ്മർ സീസണിലാണ്. കാരണം സമ്മർ സീസണിലാണ് ബേർഡ്സും ആനിമൽസും ഒക്കെ അവിടെ കൂടുതലായി കണ്ടുവരുന്നത്. വിന്റർ സീസൺ ആകുമ്പോഴൊക്കെ അത് മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇൻസെക്ട്സിന്റെ കാര്യം പറയുന്നെങ്കിൽ അത് മുട്ടയിട്ടിട്ട് സമ്മർ സീസൺ വരെ അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. അപ്പം ചില മാമൽസ് എന്ന് പറയുന്നത് വിന്റർ സീസൺ ആകുമ്പോൾ ഹൈബർനേറ്റ് ചെയ്യാൻ, ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. എസ്പെഷ്യലി ബെയർ ഒക്കെ ഹൈബർനേറ്റ് ചെയ്യാൻ പോകാറുണ്ട്. മർമോട്ട്സ്, Arctic ground squirrel, ermine, lemmings, snow geese, snowy owl, ptarmigan, Arctic tern, golden plover, loons, songbird, shorebird. ഇതുവരെ കണ്ട ആനിമൽസിന്റെയും അല്ലെങ്കിൽ ബേർഡ്സിന്റെ ഒരു പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ തിക്കായിട്ടുള്ള ഫെറും ഒപ്പം തന്നെ തിക്കായിട്ടുള്ള ഫെദേഴ്സും ആണ് കാണപ്പെടുന്നത്. പൊതുവെ അത് വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. വളരെ ഫാക്റ്റി ആയിട്ടുള്ള ആനിമൽസ് ആണ് പൊതുവെ കണ്ടുവരുന്നത്.
Animals in the tundra have small tails as well as ear. ഇനി മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആനിമൽസിന്റെ ടെയിൽ വളരെ സ്മോൾ ആണ്, ഒപ്പം തന്നെ ഇയറും വളരെ സ്മോൾ ആണ്. Polar bears come to the tundra for summer to give birth to their babies. പോളാർ ബെയർ പ്രധാനമായിട്ടും സമ്മർ സീസണിൽ ഈ ഒരു റീജിയനിൽ എത്തുന്നത് അവരുടെ ബേബീസിനെ ബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Lemmings refer to mammals who are small in size. They burrow under the snow to eat grass and moss during the winter. ലെമിങ്സ് എന്ന് പറയുന്നത് ബറോയിങ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഇത് പൊതുവെ കണ്ടുവരുന്നത് ഒരു സ്നോ സർഫസിന് താഴെയായിട്ടാണ്. ഇത് പ്രധാനമായിട്ടും ഗ്രാസസും മോസസും ഒക്കെയാണ് വിന്റർ സീസണിൽ കഴിക്കുന്നത്. The thick coats of Arctic foxes and hares reduces heat loss that might cause them their lives in the windy place. ഇനി മറ്റു മൃഗങ്ങളായ ആർട്ടിക് ഫോക്സിന്റെയും അല്ലെ ഹെയർ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഓഫ് റാബിറ്റ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ അതിന്റെ തിക്കായിട്ടുള്ള ബോഡി കോട്ടിംഗ് എന്ന് പറയുന്നത് ഹീറ്റ് ലോസിനെ തടയാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്നുണ്ട്. Snowy owl has to make its nest on the ground, growing downy feathers everywhere, including its feet, to help to cope with the cold terrain. സ്നോയി ഔളിന്റെ കാര്യം പറയുന്നെങ്കിൽ അത് കൂട് വെക്കുന്നത് ഗ്രൗണ്ടിലാണ്. അത് ഫെദർ വളരെ ഡൗൺ ആയിട്ട് തന്നെ വിരിക്കാനുള്ള കഴിവ് അതിനുണ്ട്. അതൊരു കോൾഡ് ടെറൈനിലുള്ള ക്ലൈമറ്റിനായിട്ട് അഡാപ്റ്റ് ചെയ്യാനും അതിന് മുട്ടയ്ക്ക് ചൂട് കൊടുക്കാനൊക്കെ ഈ ഒരു ഫെദർ അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റോട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ബേർഡ്സും ആനിമൽസും ആണ് അവിടെ കാണപ്പെടുന്നത്. ഹ്യൂമൻ ലൈഫ് ഇനി അടുത്ത വീഡിയോയിൽ പറയാം.